പള്ളിവാസൽ പഞ്ചായത്തിന്റെ 10ാം വാർഡിൽ നല്ലൊരു പോരാട്ടമാണ് നടന്നത്. അതിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥി SK വിജയനാണ്. എങ്ങനെയായിരുന്നു വിജയം? നല്ല വിജയമായിരുന്നു. എത്ര വോട്ട് കിട്ടി? 30 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പ്രതീക്ഷ ഉണ്ടായിരുന്നോ? തീർച്ചയായും പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ ചില വലിയ മുതലാളിമാർ ആ ഭാഗത്ത് നിന്നുകൊണ്ട് എന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമം നടത്തിയെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ എനിക്കും എൻ്റെ പാർട്ടിക്കും കഴിഞ്ഞു. ഇതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? ഇതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. 2000-2005 പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് വികസന പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് ഒരുപാട് വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. ഒന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടുവന്ന് റോഡുകളുടെ പണി ചെയ്യാൻ പറ്റി. അത് ഫ്ലഡിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിച്ച് വർക്കുകൾ ഒരുപാട് നടത്താൻ കഴിഞ്ഞു. അതുകൂടാതെ മൂന്നാറിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതി പള്ളിവാസൽ പഞ്ചായത്തിൻ്റെ സിംഹഭാഗത്തും കുടിവെള്ള പദ്ധതി എത്തിക്കാനുള്ള പദ്ധതി അന്ന് ചെയ്തു. അതിനുശേഷം മാറി മാറി വന്ന ഭരണസമിതി അത് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ എന്താണ് ഒരു വികസന പ്രവർത്തനങ്ങൾ എന്താണ് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുക്കുവാനും അതുകൂടാതെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സാനിറ്റേഷൻ സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. മൂന്നാറിൻ്റെ കവാടമായ പള്ളിവാസൽ പഞ്ചായത്തിൽ വരുന്ന സ്വദേശീയരും വിദേശീയരുമായ ആളുകൾക്ക് സാനിറ്റേഷൻ സൗകര്യം ഇല്ലാത്ത വലിയ പ്രശ്നമുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകളുടെ വികസനം നടക്കേണ്ടതുണ്ട്. പിന്നെ നിരവധി വന്യമൃഗങ്ങളുടെ ശല്യം, അതുകൂടാതെ കൃഷിക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വന്നാൽ തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. അതാണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ തീരുമാനം. ഭരണസമിതിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലേ, സ്വതന്ത്രൻ എങ്ങോട്ട് പോകും എന്ന് പോയി കഴിഞ്ഞാൽ അത് ടോസ് ആയിരിക്കും, അല്ലെങ്കിൽ അല്ലേ? സ്വതന്ത്രൻ ഇതിനു മുമ്പ് ഒന്ന് മത്സരിച്ചതാ. അന്ന് കക്ഷി 21 വോട്ടിന് തോറ്റു. അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ മുമ്പിലാണ് തോറ്റത്. ഈ തവണ അവിടെ ആ വാർഡിൽ 13ാം വാർഡിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 31 വോട്ടാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് തോക്കേണ്ട വന്നത് 21 വോട്ടിനാണ്. അപ്പോൾ എന്താണെങ്കിലും 7-6-1 എന്ന നിലയിലാണ് പള്ളിവാസൽ പഞ്ചായത്തിൻ്റെ ഇപ്പം നിൽക്കുന്നത്. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഈ സ്വതന്ത്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വീണ്ടും ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ആ ഒരു പ്രതീക്ഷയാണ് ബാക്കിയുള്ളതല്ലേ? ഇല്ല, 2000-ൽ നറുക്കിട്ടാണ് ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത്. അതിനുശേഷം 2010-ൽ KB വരദരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും നറുക്കിട്ടാണ്. അതിനുശേഷം തുളസിബായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും നറുക്കിട്ടാണ്. ഇത് 4ാമത്തെ നറുക്കാണ് ഈ പഞ്ചായത്തിൽ നടക്കാൻ പോകുന്നത്. ഈ നറുക്കെടുപ്പാണ് ഒരു പ്രതീക്ഷയുള്ളത്. നറുക്കെടുപ്പാണ് ഏക ഒരു പ്രതീക്ഷ. ഏതായാലും 10ാം വാർഡ് UDF സ്വന്തമാക്കിയതിന്റെ ഒരു സന്തോഷത്തിലാണ് SK വിജയനുള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.